ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലിക്വിഡ് ഫണ്ട്സ് എന്താണെന്ന് നോക്കാം. ലിക്വിഡ് ഫണ്ട്സ് ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. പക്ഷേ ഇത് സാധാരണ മ്യൂച്വൽ ഫണ്ട്സ് മാതിരി ഇക്വിറ്റിയിലോ ഇല്ല ഷെയർസിലല്ല ഇൻവെസ്റ്റ് ചെയ്യുക. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് ഫണ്ട്സ് ആണ്. ഈ ഫണ്ട്സ് ജനറലി ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, കമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ട്രഷറി ബിൽസ് ഇതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മെച്യൂരിറ്റി പീരീഡ് അറൗണ്ട് 91 ഡേയ്സ് അല്ലെങ്കിൽ അപ് ടു 91 ഡേയ്സ് ആയിരിക്കും. ചില കമ്പനീസിന് അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേമിന് ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യം വരും. ഈ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് കമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ ബോണ്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്യും. ലിക്വിഡ് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജർ ഇങ്ങനത്തെ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സിലാണ് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ലിക്വിഡ് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജറിൻ്റെ മെയിൻ എയിമാണ് മാർക്കറ്റിലുള്ള നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ബോണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഫണ്ട് മാനേജറിൻ്റെ മെയിൻ എയിം ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ്, അല്ലാണ്ട് നല്ല റിട്ടേൺസ് ഉണ്ടാക്കുക എന്നതല്ല. നമ്മുടെ കയ്യിൽ ഒരു ബൾക്കായിട്ടൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് കുറച്ച് കാലം നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം വെച്ചാൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ഓപ്ഷനാണ്. ബേസിക്കലി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അത് ഒരു ദിവസമാവാം ഇല്ലെങ്കിൽ 3 മാസമാവാം, 6 മാസമാവാം. ഇത്ര ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഷോർട്ട് ടേം പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ അത് പിൻവലിക്കുന്ന നിർബന്ധമൊന്നുമില്ല. 6 മാസം ശേഷവും വാങ്ങിച്ചാൽ ആ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ സാധാരണ ഈ ബൾക്ക് എമൗണ്ട് സേവിങ്സ് അക്കൗണ്ട് വെക്കാണ്ട് നമ്മൾ ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് വെച്ചാൽ ബെറ്റർ റിട്ടേൺസും കിട്ടും, നല്ല ലിക്വിഡിറ്റിയും ആണ്. പിന്നെ നമ്മുടെ പണം എപ്പോൾ വാങ്ങിച്ചാലും പിൻവലിക്കുകയും ചെയ്യാം എത്രയും പെട്ടെന്ന്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ റിഡംഷൻ റിക്വസ്റ്റ് 1 to 2 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പണം വരും. ഓൺ ആൻ ആവറേജ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് നമുക്കൊരു 7 to 9% റിട്ടേൺ തരും. അതേ എമൗണ്ട് നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ വെച്ചാൽ അറൗണ്ട് 3 to 4% കിട്ടാറുള്ളൂ. പിന്നെ പൊതുവേ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ റിസ്ക് കുറവാണ്. കാരണം ഫണ്ട് മാനേജർ നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ എമർജൻസി ഫണ്ട് വെച്ചാൽ നമ്മുടെ 3 months എക്സ്പെൻസ് കവർ ചെയ്യണ മാതിരി കുറച്ച് പണം മാറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 6 months എക്സ്പെൻസ് കവർ ചെയ്യണ മാതിരി ഇതുമാതിരത്തെ ഫണ്ട് നമുക്ക് ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് എപ്പോൾ വെച്ചാലും എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്കത് റിഡംഷൻ ചെയ്യാം. റിഡംഷൻ 1 to 2 ഡേയ്സിനുള്ളിൽ നമുക്ക് എമൗണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ പിന്നെ നമുക്ക് ഈ പണം എഫ് ഡിയിൽ ഇട്ടാൽ പോരെ എന്ന്. നമ്മൾ എഫ് ഡിയിൽ പണം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടെന്യൂർ ഉണ്ടാവും. അത് ചിലപ്പോൾ 6 months ആവാം, അല്ലെങ്കിൽ 1 year ആവും. അതിന് മുമ്പേ നമ്മൾ എഫ് ഡി ബ്രേക്ക് ചെയ്ത് വെച്ചാൽ ബാങ്ക് നമുക്ക് ഒരു പെനാൽറ്റി ചാർജ് ചെയ്യും. ആ പെനാൽറ്റി വന്നിട്ട് അറൗണ്ട് 0.5 അല്ലെങ്കിൽ 1% ഓഫ് ദ എമൗണ്ട് ആയിരിക്കും. പക്ഷേ നമുക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു സ്പെസിഫിക് ടെന്യൂർ ഒന്നുമില്ല. വാങ്ങിച്ചാൽ നമുക്ക് ഒരു ദിവസത്തിന് വേണ്ടി പണം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇടാം. പിന്നെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിന് ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റിനെക്കാട്ടിലും അറൗണ്ട് 1 to 2% അധികം റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ എന്താ വെച്ചാൽ നമ്മുടെ പണം ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന് റിസ്ക് കുറവുള്ള ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എഫ് ഡിനെക്കാട്ടിലും കുറച്ചും കൂടി റിട്ടേൺസ് തരുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം വെച്ചാൽ നമുക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് തിരഞ്ഞെടുക്കാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ ആൻഡ് ജയ് ഹിന്ദ്.